അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെസ്റ്റ് ഏഷ്യ, നോർത്ത് ആഫ്രിക്ക പ്രദേശങ്ങളിലെ റിവോൾട്ട്സും അതുപോലെ തന്നെ വിപ്ലവം, അതിൻ്റെ കൂടെ അവസാന പ്രതിഭാസമായ അറബ് സ്പ്രിങ്ങിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ എന്ന് പറയുന്ന പ്രവിശാലമായ ഈ പ്രദേശത്ത് വിവിധ തരത്തിലുള്ള റിവോൾട്ടുകൾ, കലാപങ്ങൾ, പ്രക്ഷോഭങ്ങൾ, വിപ്ലവങ്ങളും പ്രതിവിപ്ലവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാം പരാമർശിക്കുക എന്നതല്ല നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ 18-ാം നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായ സുപ്രധാനമായ ചില പ്രക്ഷോഭങ്ങളിലൂടെയും വിപ്ലവങ്ങളിലൂടെയും പ്രതിവിപ്ലവങ്ങളിലൂടെയും ചില സവിശേഷമായ പട്ടാള അട്ടിമറികളുടെ പരാമർശത്തിലൂടെയും ഈ പ്രദേശങ്ങളിലെല്ലാം എങ്ങനെയാണ് ഈ സംഭവവികാസങ്ങൾ സ്വാധീനം ചെലുത്തിയതെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചിട്ടുള്ള വിശകലനവുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഈ ഒരു വിഷയത്തിൽ ഏറ്റവും സവിശേഷമായി തന്നെ പരാമർശിക്കേണ്ടത് അത് സൗദി റെബല്യൻ എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. സൗദി റെബല്യൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൗദി അറേബ്യ എന്ന ഒരു രാജ്യം രൂപപ്പെടുന്നതിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടാണ്. 1727 മുതലാണ് ഈ സംഭവവികാസങ്ങൾ ഇന്നത്തെ സൗദി അറേബ്യയിലെ പുരാതനമായ ദിരിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഭവിക്കുന്നത്. ആ ഒരു പ്രദേശത്തെ അമീറായിരുന്ന മുഹമ്മദ് ബിൻ സൗദ് എന്ന ഒരു പ്രാദേശിക നേതാവിൻ്റെ ജീവിതവും അതിനുശേഷം ഒരു പതിറ്റാണ്ടുകൾക്കിപ്പുറം 1744 അദ്ദേഹത്തെ വന്ന് കണ്ട, പിൽക്കാലത്ത് ഇന്നും ഇനി വരുന്ന കാലഘട്ടങ്ങളിലും അറേബ്യൻ, ഏഷ്യൻ, ആഫ്രിക്കൻ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ എല്ലാ വൻകരകളിലും സ്വാധീനം ചെലുത്തിയ, ഇനിയും ചെലുത്തുന്ന ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആ കണ്ടുമുട്ടൽ, 1744 ആ കണ്ടുമുട്ടൽ ഒരു പക്ഷേ ലോക ഇസ്ലാമിക ചരിത്രത്തെ അല്ലെങ്കിൽ അറേബ്യൻ ചരിത്രത്തെ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തെ അതിനിർണായകമായി ബാധിച്ച സംഭവമാണ്. 1744 മുഹമ്മദ് ബിൻ സൗദും ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബും കൂടെ ചേർന്നുകൊണ്ട് ഒരു കരാറിൽ എത്തിച്ചേരുന്നുണ്ട്. ആ കരാറിൻ്റെ പ്രധാന ആശയം എന്നാൽ ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആശയത്തിന് പ്രചരണം മുഹമ്മദ് ബിൻ സൗദ് ഏറ്റെടുക്കുമെന്നും മുഹമ്മദ് ബിൻ സൗദിൻ്റെ ഭരണത്തിന് പരിപൂർണ പിന്തുണ ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും തന്നെയും അത് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നൽകുമെന്ന് പറയുന്ന ഒരു കരാറായിരുന്നു. ആ കരാറിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അന്ന് മുതലാണ് ഒരു പക്ഷേ ഇന്നത്തെ സൗദി അറേബ്യയ്ക്ക് ഒരു സലഫി അപ്രോച്ച് ലഭിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ സലഫിയ സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ അത് സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിലേക്കുള്ള മൗലികമായ ഒരു മടക്കത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഈ സലഫി അപ്രോച്ചിൻ്റെ ഒരു സവിശേഷമായ ഒരു പ്രതലമാണ് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് മുഹമ്മദ് ബിൻ സൗദിൻ്റെ മുന്നിൽ സമർപ്പിച്ചത്. അതിൻ്റെ ഭാഗമായും ജിഹാദ് തന്നെ നടക്കുകയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും അത് പക്ഷേ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രദേശങ്ങളുടെ ഭാഗമായിരുന്നത് കൊണ്ടും പിന്നീട് ഉസ്മാനിയ ഖിലാഫത്തിനോട് ഈ പ്രദേശത്തെ ഭരണാധികാരിയായ സൗദ് രാജാക്കന്മാർക്കും അമീർമാർക്കും പിന്നീട് വന്ന ഭരണാധികാരികൾക്കുമെല്ലാം നേരിടേണ്ടി വരുന്ന ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ റെബല്യനായി, റിവോൾട്ടായി സൗദി അറേബ്യയുടെ റിവോൾട്ട് പരിഗണിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ഇത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. 1727 മുതൽ 1818 വരെ നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടം. 1818 മുഹമ്മദ് അലി പാഷ, ഇബ്രാഹിം അലി പാഷയുടെ സഹായത്തോടു കൂടി ഉസ്മാനി സുൽത്താനേറ്റ്, ഉസ്മാനി ഖിലാഫത്ത് അവരെ നീക്കം ചെയ്യുന്നു.
പിന്നീട് വീണ്ടും അവർ ആ ഭാഗങ്ങളിൽ തന്നെ ശക്തി ആകർഷിക്കുകയും 1824 മുതൽ 1891 വരെ നീണ്ട കാലഘട്ടം അവർ വീണ്ടും ആ ഭാഗത്ത് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടെയും അവരെ പരാജയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുവാനും അധികാരത്തിൽ നീക്കുവാനും ഉസ്മാനി സൽത്തനത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ 1902 മുഹമ്മദ് ബിൻ സൗദിന്റെ ഏറ്റവും അവസാനത്തെ പേരക്കുട്ടിയായ അബ്ദുൽ അസീസ് ബിൻ സൗദ്, അതായത് ഇന്നത്തെ രാജാവിന്റെ പിതാവ് അബ്ദുൽ അസീസ് ബിൻ സൗദ് 1902 വീണ്ടും ഈ ഒരു കുടുംബത്തിന്റെ നേതൃത്വത്തിലേക്ക് വരികയും അദ്ദേഹത്തിന്റെ വളരെ കണ്ണിങ്ങായ, സൂത്രശാലിയായ അല്ലെങ്കിൽ തന്ത്രജ്ഞനായ, അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ സ്വായത്തമായി തന്നെ പിടിച്ചെടുത്തുകൊണ്ട് നിരവധി വിവാദപരമായ തീരുമാനങ്ങളിലൂടെയും എല്ലാം അവസാനം 1932 മംലക്കത്തു സൗദി അൽ അറബിയ എന്ന് വിളിക്കപ്പെടുന്ന കിങ്ഡം ഓഫ് സൗദി അറേബ്യ സ്ഥാപിക്കുന്നത് വരെ സൗദി അറേബ്യയുടെ ചരിത്രം നീണ്ടു നിൽക്കുന്നത് കാണാം. ഈ ഘട്ടങ്ങളിൽ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിനെ തകർക്കുന്നതിൽ അവരുടെ അധികാരം ഹിജാസിലെ, സൗദി അറേബ്യയിലെ മക്കയുടെയും മദീനയുടെയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ അവരുടെ സ്ഥാനം ഇല്ലാതാക്കുന്നതിൽ സൗദി അറേബ്യയുടെ റോളുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ വളരെ തീഷ്ണമായ തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിലും ഇവരുടെ റോള് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഉസ്മാനിയ ഖിലാഫത്തിനെ വെസ്റ്റ് ഏഷ്യൻ ഭാഗത്തേക്കുള്ള അവരുടെ നിയന്ത്രണം ഏറ്റവും കൂടുതൽ ദുർബലമാക്കുന്നതിൽ സൗദി ഡൈനാസ്റ്റിയുടെയും റോള് നമുക്ക് വേറെയും കാണാം. വളരെ നീണ്ട ചർച്ചയുടെ ഒരു ഭാഗമാണ്. ഞാനിത് ആദ്യം തന്നെ പരാമർശിക്കാൻ കാരണം സൗദി അറേബ്യയുടെ രൂപീകരണവും അവരുടെ വളർച്ചയും അവസാനം 1932 ഉസ്മാനി ഖിലാഫത്തിൻ്റെയൊക്കെ പതനത്തിന് ശേഷം ഏകദേശം ഒരു 8 വർഷങ്ങൾക്കിപ്പുറം അവർ സ്വതന്ത്രമായി തന്നെ ഒരു കിങ്ഡം രൂപീകരിക്കുന്നതിലേക്കൊക്കെ നയിച്ചത് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയും മുഹമ്മദ് ബിൻ സൗദിൻ്റെയും ആ പാക്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇതേ കിങ്ഡം ഓഫ് സൗദി അറേബ്യയ്ക്ക് അവരുടെ കീഴിലുണ്ടായിരുന്ന ചില വിഭാഗങ്ങളെയും ആഭ്യന്തരമായി തന്നെ നേരിടേണ്ടി വരുന്ന ചരിത്രം നമുക്ക് കാണാം. ഇഖ്വാൻ റബല്യൻ എന്ന് വിളിക്കപ്പെടുന്ന 1927 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു റബല്യനെ സൗദി ഡൈനാസ്റ്റിക്ക് തന്നെ നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പാഠങ്ങൾ വളരെ കണിശമായും തീവ്രമായും ഏറ്റുവാങ്ങിയ ഈ വിഭാഗം ഇബ്നു ഹുമൈദ്, അദ്ദാവിഷ്, ഇബ്നു ഹിദ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവർ ഒരു തരത്തിലുമുള്ള നീക്കുപോക്കുകൾ അംഗീകരിക്കാത്ത നേതാക്കന്മാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം, അതുപോലെ തന്നെ ടെലഗ്രാം, റെയിൽവേ ട്രാക്ക്, കാറ് പോലുള്ള പുതിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാന്നിധ്യത്തെ പോലും ബിദ്അത്ത് എന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് അതിനെ എതിർക്കുന്ന രീതിയിൽ ഇവരെ സമീപനം സ്വീകരിക്കുകയും അവസാനം കിങ് അബ്ദുൽ അസീസിന് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ രൂപീകരിച്ച ഈ ഇഖ്വാനികളെ, ഈ ഇഖ്വാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ നൊമാഡ്സ് ആയിരുന്ന, നാടോടികളായിരുന്ന വിവിധ ഗോത്രവർഗങ്ങളെ തെരഞ്ഞെടുക്കുകയും തൻ്റെ കീഴിലേക്ക് ഒരു റോയൽ ആർമി എന്ന നിലത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും മിലിറ്ററി ട്രെയിനിങ്ങും ഒക്കെ നൽകിക്കൊണ്ട് വളർത്തിയെടുത്തു കൊണ്ടുവന്ന വിഭാഗമായിരുന്നു ഈ ഇഖ്വാൻ വിഭാഗം. എന്നാൽ അവർ തന്നെ മതപരമായ, പ്രത്യയശാസ്ത്രപരമായ, സെക്ടേറിയൻ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലുമെല്ലാം ഈ സൗദി ഡൈനാസ്റ്റിയോട് പിണങ്ങുകയും അവസാനം കിങ് അബ്ദുൽ അസീസ് തന്നെ സ്വന്തം ആ സേനയെ മറ്റ് സേനയെ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. ഇതാവാം ഒരു പക്ഷേ ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻഫ്ലുവൻസായി മാറുന്ന, ഒരു പക്ഷേ ആ വഹാബി എന്ന് ഒരു നെഗറ്റീവ് കൊണേറ്റേഷനിലൂടെ വിളിക്കുന്ന പദപ്രയോഗത്തിൻ്റെ തന്നെയും ഒരു ബന്ധം ഈ ഒരു റെബല്യനുമായി പിന്നീട് നമുക്ക് ചേർത്ത് വെക്കുന്നത് കാണാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അത് ഉറാബി റെവല്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന റെവല്യൂഷനാണ്. ഉറാബി റെവല്യൂഷൻ എന്ന് വെച്ചാൽ അത് ഈജിപ്ഷ്യൻ ഭാഗത്ത് ശക്തമായും അധികാരത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗമാണ്. അവർ ഉറാബി എന്നത് ഈജിപ്തിൻ്റെ ചുറ്റുപാടുകളിൽ, പ്രത്യേകിച്ച് ഉസ്മാനി ഖിലാഫത്തിൻ്റെ തന്നെ ഒരു വൈസ്രോയി ആയിരുന്ന ഖദീവ് ഡൈനാസ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഡൈനാസ്റ്റിയെ അവർ പലപ്പോഴും ആ ഭാഗത്തെ, അതായത് ജനങ്ങളെ ശക്തമായി പിടിച്ചു ഞെരുക്കുകയും അതിൻ്റെ അതേ സാഹചര്യത്തിൽ തന്നെ ആ ഭാഗങ്ങളിൽ ഫ്രഞ്ച് ബ്രിട്ടൻ അധികാരികളുടെ സാന്നിധ്യത്തോടു കൂടി അവരെ ഈജിപ്ഷ്യൻ സൊസൈറ്റിയെ വല്ലാണ്ട് പിടിമുറുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ഈജിപ്ഷ്യൻ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്ന
ഷേഖ് ഉറാബിയെ പോലുള്ള മിലിറ്ററി നേതാക്കന്മാർ ഉയർന്നു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അവര് വിപ്ലവം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ വൈസറോയി ആയിരുന്ന ഈ ഇസ്മായിൽ പാഷ എന്ന് വിളിക്കപ്പെടുന്ന ആ ഭരണാധികാരിയുടെ പവറിനെ നിരസിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സംഭവത്തെ ഉറാബി റെവല്യൂഷൻ അല്ലെങ്കിൽ ഉറാബി റിവോൾട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ അഹമ്മദ് ഉറാബി എന്ന് പറയുന്ന ഈ കൊളോണൽ അതായത് മിലിറ്ററി നേതാവ് പിന്നീട് അദ്ദേഹം ശക്തമായി ഉയർന്നു വരികയും ജനകീയമായ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുകയും അങ്ങനെ 1881 വിവിധ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി അവിടെ ഉണ്ടായിരുന്ന ഖദീവിനെ, അതായത് ഒട്ടോമൻ വൈസ്രോയിയുടെ മകൻ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട തൗഫീഖ് പാഷയെ അധികാരത്തിൽ നീക്കുകയും എന്നിട്ട് അധികാരത്തിൽ നീക്കാൻ ശ്രമിക്കുകയും ഉറാബി അവിടുത്തെ പ്രധാനപ്പെട്ട ലീഡറായി മാറുകയും ചെയ്യുന്നു. നമ്മളിത് മനസ്സിലാക്കേണ്ടത് പിൽക്കാലത്ത് അൽ മിസ്രിലിൽ മിസ്രിയീൻ, ഈജിപ്റ്റ് ഫോർ ഈജിപ്ഷ്യൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു മുദ്രാവാക്യത്തിന്, അതായത് ഈജിപ്ഷ്യൻ നാഷണലിസത്തിന് ഉസ്മാനിയ ഖിലാഫത്തിന്റെ തന്നെ അവസാന ഘട്ടത്തിൽ പോലും അവരുടെ നോർത്ത് ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തിൽ ഒരു അറബ് നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഈജിപ്ഷ്യൻ നാഷണലിസത്തിന് ചിന്തയ്ക്ക് വിത്ത് പാകുന്നതിൽ ഈ അഹമ്മദ് ഉറാബിയെ പോലുള്ള നേതാക്കന്മാർക്ക് സുപ്രധാനമായ റോളുണ്ട്. പക്ഷേ പിന്നീട് ഫ്രഞ്ചും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും ഇവരെ അടിച്ചമർത്തുകയും ഇദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തെങ്കിൽ പോലും, മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞെങ്കിൽ പോലും, പക്ഷേ പിൽക്കാലത്ത് ജമാൽ അബ്ദുൽ നാസറിനെ പോലുള്ള ആൾക്കാർ അഹമ്മദ് ഉറാബിയുടെ ചിന്തയെ തന്നെ ഏറ്റുപിടിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഞ്ച് ബ്രിട്ടീഷ് അധികാരികൾ 1888 തന്നെ ശക്തമായ ഒരു സൈന്യത്തെ അയക്കുകയും ഇദ്ദേഹത്തെ അടിച്ചമർത്തുകയും എന്നിട്ട് ഇദ്ദേഹത്തെ അവസാനം ശ്രീലങ്കയിലേക്ക് നാടുകടത്തുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് 1901 അദ്ദേഹം തിരിച്ചു വരുന്നെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറുകയും അദ്ദേഹത്തിന് പ്രത്യേകമായ സ്വാധീനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നുണ്ട്. 1911 അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഉറാബി റിവോൾട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഉറാബി പ്രക്ഷോഭം ഈജിപ്ഷ്യൻ നോർത്ത് ആഫ്രിക്കയിലെ സുപ്രധാനമായ സ്റ്റേറ്റായ ഈജിപ്തിലെ അവിടുത്തെ നാഷണലിസ്റ്റിക് ദേശീയ ചിന്താഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വിത്ത് പാകുന്നതിൽ ഷേഖ് അഹമ്മദ് ഉറാബിയുടെ സ്വാധീനവും സാന്നിധ്യവും അതിസുപ്രധാനമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ കൂടെ തന്നെ 1916 അറബ് റിവോൾട്ട് എന്ന് വിളിക്കപ്പെടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറാബി റിവോൾട്ട് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഉസ്മാനികളുടെ ഈജിപ്തിൻ നേതൃത്വത്തിലുള്ള ഈജിപ്തിൻ്റെ മുകളിലുള്ള അവർ അധികാരത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. അതുപോലെ തന്നെ ഫ്രഞ്ച് ബ്രിട്ടൻ അധികാരികളുടെ ഫോറിൻ ഇന്റർവെൻഷന്റെ വെസ്റ്റേൺ അധിനിവേശത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. അതുപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കയുടെ മധ്യഭാഗത്ത് സൗദി അറേബ്യയുടെ അല്ലെങ്കിൽ ഹിജാസിൽ നിന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ ഒരു റിവോൾട്ട് പ്രഖ്യാപിച്ചതാണ് 1916 നടന്ന അറബ് റിവോൾട്ട് എന്ന പേരിലെ ഹിജാസ് റിവോൾട്ട് എന്നറിയപ്പെടുന്ന സംഭവം. ഈ റിവോൾട്ടിൽ യഥാർത്ഥത്തിൽ ഉസ്മാനി ഗവർണൻസിൽ നിന്ന് മാറുകയും അവിടെ ഉസ്മാനികളുടെ തന്നെ ഗവർണറായിരുന്ന ഷെരീഫ് ഹുസൈൻ ഇബ്നു അലി, അദ്ദേഹം മക്കയുടെ അമീറായിരുന്നു, അതായത് ഈ ഹിജാസിന്റെ ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ബ്രിട്ടീഷിന്റെ ചാരനായിരുന്ന ലോറൻസ് ഓഫ് അറേബ്യ എന്ന് വിളിക്കപ്പെടുന്ന ടി.എ. ലോറൻസ് എന്ന പേരിലുള്ള ഒരു ബ്രിട്ടീഷ് ഏജന്റിന്റെ സഹായത്തോടുകൂടി, ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി ഉസ്മാനികൾക്കെതിരെ യുദ്ധം ചെയ്യുകയും ആ ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം എന്നത് പറയുന്നത്, നേരത്തെ സൗദി അറേബ്യയുടെ രൂപീകരണത്തിന് ബ്രിട്ടീഷ് ഏജന്റായ ഷേക്സ്പിയറിനെ കിങ് അബ്ദുൽ അസീസ് ഇബ്നു സൗദിന്റെ അടുത്തേക്ക് അയച്ചിരുന്നു. അതേ സമയം തന്നെയാണ് ഷെരീഫ് ഹുസൈൻ ഇബ്നു അലിയുടെ കൂടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ലോറൻസ് ഓഫ് അറേബ്യയെ, അതായത് ടി.എ. ലോറൻസിനെയും അയക്കുന്നത്. ഒരേ സമയം തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ബ്രിട്ടീഷുകാർ പുലർത്തിയ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറയുന്നത് തന്നെ ആയിരുന്നു അവർ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തും
ഈ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം നടപ്പിലാക്കിയത്. അതായത് ഒരു ഏജന്റിനെ കിങ് അബ്ദുൽ അസീസ് ബിൻ സൗദിന് അയക്കുകയും അദ്ദേഹം ഈ ഉസ്മാനി ആർമിക്കെതിരെ പോരാടി അദ്ദേഹത്തിൻ്റെതായ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു. അതേസമയം തന്നെ അറബ് റിവോൾട്ട് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഷേക്സ്പിയർ എന്ന് പറയുന്ന ഏജന്റിനെ ബ്രിട്ടീഷുകാർ ഷെരീഫ് ഹുസൈൻ അയച്ചു കൊടുക്കുന്നു. അദ്ദേഹവും ഉസ്മാനികൾക്കെതിരെ പോരാടുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ 2 ഡിവിഷൻ ഉണ്ടാക്കുകയും ആ ഭാഗങ്ങളിൽ പരസ്പരം തല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും വളരെ ശക്തമായിട്ടിരുന്ന ഉസ്മാനി ഖിലാഫത്തിന്റെ അധികാരം ഇല്ലാതാക്കുവാനും ഈ പറയുന്ന ഷെരീഫ് ഹുസൈനെയും ഒരു സൈഡിൽ മറ്റൊരു ഭാഗത്ത് കിങ് അബ്ദുൽ അസീസ് ബിൻ സൗദിനെയും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചതായിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ആ ഒരു കാര്യത്തിൽ കിങ് അബ്ദുൽ അസീസ് ബിൻ സൗദ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം നേടുന്നതിൽ വിജയിച്ചു എങ്കിൽ പോലും എന്നാൽ ഷെരീഫ് ഹുസൈൻ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ വാഗ്ദാനം പാലിക്കുവാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹം സ്വയം 1916 തന്നെ സ്വന്തം ഒരു കിങ് ആയി ഈ ഭാഗത്തെ ഹിജാസ് ഭാഗത്തെ കിങ് ആയി സ്വയം പ്രഖ്യാപിക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അത് മാത്രമല്ല ഉസ്മാനി ഖിലാഫത്തിനെ അധികാരത്തിൽ നീക്കുകയും 1920കളിൽ സ്വന്തമായി തന്നെ ഖലീഫയായി പ്രഖ്യാപിക്കാനും പോലുമുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പരാമർശിക്കുന്നത് കാണാം. കാരണം അദ്ദേഹം ഷെരീഫ് ആയതുകൊണ്ടും ഹാഷിമിറ്റി വംശജനായതുകൊണ്ടും തനിക്ക് ഖലീഫയാവാനുള്ള ഒരു അധികാരവും അവകാശവും ഉണ്ട് എന്നുള്ള വാദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ പറയുന്ന സ്വപ്നങ്ങളൊന്നും നടക്കാതാവുകയും ബ്രിട്ടീഷുകാർ അവരുടെ ചതി നടപ്പിലാക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് മാൻഡേറ്റുകൾ, അതായത് ഇറാഖിനെയും ട്രാൻസ് ജോർഡാൻ, ഫലസ്തീൻ, ലബനാൻ, സിറിയ അടക്കമുള്ള പ്രദേശത്തെ ഫ്രാൻസുകാരും ബ്രിട്ടീഷുകാരും എല്ലാം വീതിച്ചെടുക്കുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിന്റെ സ്വപ്നം നടപ്പിലാവാതാവുകയും അധികാരത്തിൽ നിന്ന് ഇല്ലാതാവുകയും ഇബ്നു സൗദിന്റെ കയ്യാൽ പരാജയപ്പെടുകയും അവസാനം സൈപ്രസിലേക്ക് എക്സൈൽ ആവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം 1931 മരണപ്പെടുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ മക്കൾ അലി, അബ്ദുള്ള, ഫൈസൽ, സെയ്ദ് ഇവർ പ്രധാനമായ പല അധികാരത്തിലും ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഈ അബ്ദുള്ള ട്രാൻസ് ജോർഡാന്റെ, ഇന്നത്തെ ജോർഡാന്റെ പ്രധാനപ്പെട്ട കിങ്ങായി മാറുകയും അബ്ദുള്ളയുടെ മക്കളാണ് ഇപ്പോഴും ജോർദാൻ ഭരിക്കുകയും ചെയ്യുന്നത്. അതായത് ഷെരീഫ് ഹുസൈൻ്റെ മക്കൾ ഇപ്പോൾ പല ഭാഗത്ത് അധികാരത്തിൽ നിൽക്കുന്നെങ്കിൽ പോലും ഷെരീഫ് ഹുസൈന് സ്വന്തമായി ഒരു അധികാരം നിലനിർത്താനോ ഖിലാഫത്ത് എന്ന് പറയുന്ന സ്വപ്നം നടപ്പിലാക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. അതായത് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ഇന്റർവെൻഷൻ ഒരിക്കലും വെസ്റ്റ് ഏഷ്യക്കാരുടെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുചിതമാവുന്ന രീതിയിലായിരിക്കില്ല എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എപ്പോഴൊക്കെ ഒരു പാശ്ചാത്യ അധിനിവേശം, ഒരു എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തുണ്ടാവുന്നോ അപ്പോഴൊക്കെയും കൂടുതൽ പ്രശ്നഭരിതമായ സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നതെന്നും നമുക്ക് ചരിത്രത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. മറ്റൊന്ന്, ഈ ഉസ്മാനിയ ഖിലാഫത്തിൽ തന്നെ സംഭവിച്ച ഈ കാലത്തെടുത്ത് തന്നെ 1900ങ്ങളുടെ തുടക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ 1909 ജൂലൈ മാസത്തിൽ യുവ തുർക്കി വിപ്ലവം എന്ന് പറയുന്ന പേരിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അധികാരത്തെ ഇല്ലാതാക്കുന്ന ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ദ കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന പേരിൽ യുവ തുർക്കികൾ ഉയർന്നു വരികയും 1909 സുൽത്താൻ അബ്ദുൽ ഹമീദിനെ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും എന്നിട്ട് ഡിഫാക്ടോ റൂളേഴ്സായി, ശരിയായ അധികാരികളായി യുവ തുർക്കികൾ മാറുകയും ചെയ്യുന്നു. പിന്നീട് വന്ന എല്ലാ ഖലീഫമാരും 1909 ശേഷം വന്ന എല്ലാ ഖലീഫമാരും നാമമാത്രമായ അധികാരം ഉണ്ടായിരുന്നവരായിരുന്നു. വേറൊരു അധികാരവും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. യുവ തുർക്കികൾ പ്രഖ്യാപിക്കുന്നവർ ആരോ അവർ പിന്നീട് ഖലീഫയായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതിനൊരു പശ്ചാത്തലം പറയുന്നത്, ഇവരുടെ വളർച്ചയ്ക്ക് ഒരു കാരണം പറയുന്നത് സുൽത്താൻ അബ്ദുൽ ഹമീദ് 1876 അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും സസ്പെൻഡ് ചെയ്തു എന്നാണ്. അതിനൊരു കാരണം സുൽത്താൻ അബ്ദുൽ ഹമീദ് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പറയുന്നത്, ഈ പുതിയ തൻസീമാത്തിന്റെ ഭാഗമായി, അതായത് ഉസ്മാനിയ ഖിലാഫത്തിൽ ഉണ്ടായിരുന്ന 1800കൾക്ക് ശേഷം സംഭവിച്ച നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരുപാട് യൂറോപ്യൻ ആശയങ്ങൾ ഉസ്മാനിയ ഖിലാഫത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അത് സൽത്തനത്തിന്റെ അധികാരത്തെ ഇല്ലാതാക്കുകയും
ഒരുപാട് യൂറോപ്യൻ ആശയ പ്രത്യയശാസ്ത്ര ചിന്താധാരകളും പരിഷ്കരണ രീതികളും ഖിലാഫത്തിലേക്ക് നടപ്പിലാക്കുകയും ചെയ്തതോടുകൂടി അതിനെ ഇല്ലാതാക്കണമെന്നും സൽത്തനത്തിന്റെ അല്ലെങ്കിൽ ഖിലാഫത്തിന്റെ ശരിയായ ഭരണകൂടം നടപ്പിലാക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഭരണകൂടവും അദ്ദേഹം ഇല്ലാതാക്കുന്നത്. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ ഈ ഒരു നിലപാടാണ് യുവതുർക്കികളുടെ വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കാണാം. ഒരു പക്ഷേ പിന്നീട് ഇതിനു ശേഷം ഇന്നത്തെ ആധുനിക തുർക്കിയുടെ ഈ വളർച്ചയുടെയും അല്ലെങ്കിൽ ആധുനിക തുർക്കിയുടെ മുഴുവൻ ഭരണ പരിഷ്കാരങ്ങളുടെ മാറ്റങ്ങളിലെല്ലാം പ്രധാനമായും തന്നെ മാറിയത് യുവതുർക്കികളുടെ റിവല്യൂഷൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ തന്നെ യുവതുർക്കികളുടെ പ്രധാന ലീഡേഴ്സ് ആയിരുന്ന അഹമ്മദ് നിയാസി ബെയ്, അൻവർ പാഷ, തലഹത്ത് പാഷ. ഈ തലഹത്ത് പാഷയാണ് പിന്നീട് അവിടുത്തെ പ്രധാനമന്ത്രിയായി, ഗ്രാൻഡ് വസീറായി പിന്നീട് അധികാരത്തിലേറിയത്. അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു പ്രധാനമായും റോൾ ഉണ്ടായിരുന്നത്. ഈ 3 പാഷമാരുടെ അധികാരത്തിലൂടെയായിരുന്നു പിന്നീട് ഖിലാഫത്ത് 1909 ശേഷം ഖിലാഫത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെയും ഈ യുവതുർക്കി നേതാക്കന്മാരുടെ കൈകളിലൂടെയായിരുന്നു എന്നതാണ് ചരിത്രം. ഈ യുവതുർക്കി റെവല്യൂഷനാണ് യഥാർത്ഥത്തിൽ ശക്തമായിരുന്ന സെൻട്രലൈസ്ഡ് ആയിരുന്ന അധികാര കേന്ദ്രീകരണം ഉണ്ടായിരുന്ന ഒരു സൽത്തനത്തിനെ അധികാര വികേന്ദ്രീകരണത്തിലേക്ക് നയിക്കുകയും ആ ഭാഗങ്ങളിൽ ഒരുപാട് വിഭാഗീയതയും വിഘടനവാദങ്ങളൊക്കെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരുപക്ഷെ യുവതുർക്കികളുടെ വരവും കൂടിയിട്ടാണ്. ഈ തുർക്കി ദേശീയതയെ ഏറ്റുപിടിക്കുകയും ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തിനേക്കാളും അപ്പുറം തുർക്കി ദേശീയതയ്ക്ക് പ്രാമുഖ്യം നൽകുകയും ചെയ്യുന്ന ഒരു ചിന്തയായിരുന്നു യുവതുർക്കികൾ മുന്നോട്ട് വെച്ചത്. യൂറോപ്യൻ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഇവരിൽ പലരും ഇസ്ലാമിനോട് അത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പിൽക്കാല ചരിത്രം നോക്കുമ്പോൾ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഖിലാഫത്തിന്റെ ഒരു നിലനിൽപ്പിനേക്കാളും അപ്പുറം തുർക്കി ഭാഷയും ചരിത്രവും ദേശീയതയ്ക്കും പ്രാമുഖ്യം നൽകുന്ന തുർക്കി പ്രദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അധികാരത്തെക്കുറിച്ച് ചിന്തിച്ചവരായിരുന്നു യുവതുർക്കികൾ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇത് പിന്നീട് ഖിലാഫത്തിന്റെ പതനത്തിലേക്ക് പോലും, അതായത് നാമമാത്രമായിരുന്ന ഖിലാഫത്തിന്റെ പതനത്തിലേക്ക് പോലും യുവതുർക്കികളുടെ സാന്നിധ്യം കാരണമായിട്ടുണ്ട്. ഫലസ്തീനിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുള്ളത് ഈ യുവതുർക്കികൾ തന്നെയാണ്. സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് സയോണിസ്റ്റുകളുടെ ഫലസ്തീനിലേക്കുള്ള വരവിനെ ബ്ലോക്ക് ചെയ്ത നേരം, എന്നാൽ അദ്ദേഹത്തെ തന്നെ ഇല്ലാതാക്കുകയും യുവതുർക്കികൾ ആ ബ്ലോക്ക് എടുത്ത് മാറ്റുകയും ചെയ്തതും ഇന്നത്തെ ഫലസ്തീനിന്റെ ഈ ഒരു ദയനീയാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നതും കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഷേഖ് സാദ് റെബല്യൻ എന്ന് പറയുന്ന തുർക്കിയിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചരിത്രത്തിലും പിന്നീടും അതിനുശേഷം, അതായത് കമാൽ പാഷയുടെ പരിഷ്കരണത്തോടു കൂടി പിന്നീട് സംഭവിച്ച ഈ റെബല്യന്റെ ചരിത്രം. ഷെയ്ഖ് സായിദ് അൽ കുർദി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ഈ കുർദ് ജനതയ്ക്കിടയിലുള്ള ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. എന്നാൽ അദ്ദേഹം കുർദുകളുടെ തന്നെ സഹായത്തോടു കൂടി മറ്റുള്ള പണ്ഡിതന്മാരുടെയും ലോക്കൽ നേതാക്കന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ പുതിയ കമാലിസ്റ്റ് തുർക്കിക്കെതിരെ പോരാടാൻ തന്നെ തീരുമാനിക്കുകയും അതുപോലെ തന്നെ കുർദുകൾക്ക് ഒരു സ്വയംഭരണത്തിന്റെ ഒരു ആവശ്യകത മുന്നിൽ വെച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം, അത് തുടക്കം കുറിച്ചത് ഒരു ഇസ്ലാമിക പണ്ഡിതനായിരുന്ന ഷേഖ് സായിദ് അൽ കുർദി ആയിരുന്നു. ഞാനിത് പ്രത്യേകം ഇവിടെ പരാമർശിക്കാനുള്ള കാരണം, ഇന്ന് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെ, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ തന്നെ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗീയ വിഷയമാണ് കുർദിഷ് നാഷണലിസം എന്നത്. അത് ഇറാൻ, ഇറാഖ്, തുർക്കി, സിറിയൻ എന്നീ 4 പ്രദേശങ്ങളുടെ ടെറിട്ടോറിയൽ അതിർത്തി പ്രദേശത്ത് കേന്ദ്രീകരിച്ചടക്കുന്ന ഈ ജനവിഭാഗങ്ങൾക്ക് ഇന്നത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി മാറിയത് കുർദിഷ് നാഷണലിസമാണ്. പിന്നീട് ഈ കുർദിഷ് നാഷണലിസം അതൊരു മാവോയിസ്റ്റ് സ്റ്റൈലിലേക്ക് മാറുകയും അൾട്രാ സെക്കുലർ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് കാഴ്ചപ്പാടുകൾ അവർ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ കുർദിഷ് നാഷണലിസത്തിന് യഥാർത്ഥത്തിൽ ഒരു തുടക്കം കുറിക്കുന്നത് അതൊരു ഇസ്ലാമിക പണ്ഡിതനായിരുന്ന ഷേഖ് സായിദ് അൽ കുർദി ആയിരുന്നു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു മതപരമായ ഒരു കൺസെപ്റ്റിൽ നിന്ന് കമാലിസ്റ്റുകളുടെ തീവ്ര സെക്കുലർ നവപരിഷ്കാരങ്ങളെ എതിർത്തുകൊണ്ട് തുടങ്ങിയ ആ ചിന്തയിൽ പിന്നീട് അത്
ഒരു ആധുനിക തുർക്കിഷ് സ്റ്റേറ്റിനോടുള്ള ഒരു കുർദിഷ് നാഷണലിസ്റ്റുകളുടെ പോരാട്ടം എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നത് നമുക്ക് കാണാം. 1940-കളിൽ പിന്നീട് കുർദിഷ് വർക്കേഴ്സ് പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന PKK എന്ന് പറയുന്ന തീവ്ര മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും അത് അന്നു മുതൽ ഇന്ന് വരെയും തുർക്കി സ്റ്റേറ്റുമായി രക്തപങ്കിലമായ രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ചരിത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു വിഭാഗീയതയെക്കാൾക്കും അപ്പുറം കുർദിഷ് ദേശീയതയ്ക്ക്, കുർദിഷ് എന്ന് പറയുന്ന ജനങ്ങളുടെ ഒരു സ്വാതന്ത്ര്യമോഹത്തിന് അതിനെ വിത്ത് പാകുന്നതിൽ ഷേഖ് സായിദുൽ കുർദി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തന്നെ പശ്ചാത്തലത്തിൽ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ബദിയുസ്സമാൻ സയ്യിദ് നൂർസി. അദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിന് തന്നെ ഏറ്റവും സുപ്രധാനമായ, അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ, ആധുനിക ഇസ്ലാമിക ചരിത്രത്തിൽ, ആധുനിക ഉസ്മാനി ചരിത്രത്തിൽ, ആധുനിക തുർക്കി ചരിത്രത്തിൽ എന്നീ 3 ഘട്ടങ്ങളിലെല്ലാം ഏറ്റവും നവോത്ഥാന ചിന്ത ഈ പറയുന്ന തുർക്കിഷ് ജനതയ്ക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ബദിയുസ്സമാൻ സയ്യിദ് നൂർസി. അദ്ദേഹത്തിന്റെ ഉസ്മാൻ അബ്ദുൽ ഹമീദ് സെക്കൻഡുമായിട്ടുള്ള ചില ഇടപെടൽ നമുക്ക് കാണാം. സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാര മേഖലയിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും എല്ലാം ഉപദേഷ്ടാവായി മാറുന്ന ചില വേളകൾ നമുക്ക് കാണാം. കമാൽ പാഷ ആദ്യം ഈ ഖിലാഫത്തിന്റെ തന്നെ സുപ്രധാന റോളിലേക്ക് എത്തുന്ന പശ്ചാത്തലത്തിൽ കമാൽ പാഷയെ പോലും ബദിയുസ്സമാൻ സയ്യിദ് നൂർസി സഹായിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. എന്തുകൊണ്ടെന്നാൽ അന്ന് കമാൽ പാഷ പേരിലാണെങ്കിൽ പോലും ഖിലാഫത്തിന്റെ മിലിറ്ററി ജനറൽ ആയിരുന്നു. അദ്ദേഹം ഖിലാഫത്തിന് വേണ്ടി പോരാടുന്ന നേതാവായിരുന്നത് കൊണ്ട് എല്ലാ ലോകത്തെ, നമ്മുടെ ഇന്ത്യയിലെ അല്ലാമ ഇഖ്ബാൽ പോലും സപ്പോർട്ട് ചെയ്തതുപോലെ ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയും ഈ കമാൽ പാഷയെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. കേരളത്തിൽ തന്നെ ഖിലാഫത്ത് മൂവ്മെന്റ് പശ്ചാത്തലത്തിൽ കേരളത്തിലുണ്ടായിരുന്ന പോരാളികൾ പോലും കമാൽ പാഷയെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ആ ഒരു ഘട്ടത്തിൽ ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കമാൽ പാഷ കമാൽ അത്താതുർക്കായി മാറുന്നു. 1924 ഖിലാഫത്തിന്റെ പതനം സംഭവിക്കുന്നു. ആധുനിക തുർക്കി രൂപപ്പെടുന്നു. അതിനുശേഷം പിന്നീട് ആ കമാൽ പാഷയുടെ ഭരണത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്ന ബദിയുസ്സമാൻ സയ്യിദ് നൂർസി എന്ന് പറയുന്ന വിപ്ലവകാരിയെ നമുക്ക് കാണാം. ഇദ്ദേഹം ഒരു തരത്തിൽ ധീര മുജാഹിദും കൂടാണ്. ഈ 1-ാം ലോക യുദ്ധത്തിൽ ഉസ്മാനി സൽത്തനത്തിന്റെ ആർമിയിൽ പങ്കെടുക്കുകയും അങ്ങനെ അവസാനം അദ്ദേഹം ക്യാപ്റ്റീവായി ചെയ്യുന്ന സംഭവങ്ങളൊക്കെയും ചരിത്രത്തിലുണ്ട്. അതായത് ഒരേ സമയം തന്നെ പണ്ഡിതനായ ഒരു ഭരണപരിഷ്കർത്താവായി നിലനിന്ന ഒരു മനുഷ്യൻ, ഒരു വലിയ ജനതയുടെ ഒരു നേതൃത്വത്തിലുണ്ടായിരുന്ന ആൾ, അതിൻ്റെ കൂടെ തന്നെ ഒരു വാരിയറായ, ഒരു പോരാളിയായ ഒരാൾ, അതിൻ്റെ കൂടെ തന്നെ കമാലിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായി പേനയും നാക്കും ഉപയോഗിച്ച ആൾ എന്ന പലതരത്തിലുള്ള റോൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക തുർക്കിയുടെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയിലും ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ സംഭാവനകളുണ്ട്. അദ്ദേഹത്തിന്റെ റിസാലത്തു നൂർ, ദ ഡിവൈൻ ലൈറ്റ് എന്നറിയപ്പെടുന്ന ആ രചനയുടെ കളക്ഷൻ ആധുനിക തുർക്കിയുടെ ഒരു ഇസ്ലാമിനോടുള്ള വിശ്വാസത്തോടുള്ള, യുക്തിയോടുള്ള, ശാസ്ത്രത്തോടുള്ള കാഴ്ചപ്പാടിനെ പുതുക്കുകയും തിരുത്തുകയും ചെയ്ത രചനയായിട്ടാണ് പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ അനുയായികളാണ് പിന്നീട് തുർക്കിയിൽ ഉണ്ടാക്കിയ എല്ലാ തരത്തിലുമുള്ള മുസ്ലിം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക വിപ്ലവത്തിൻ്റെയും പ്രധാന കാരണക്കാർ എന്ന് നമ്മൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിവോൾട്ട്, റിവല്യൂഷൻ എന്ന് പറയുന്ന ഈ ചർച്ചയിൽ ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ നാമം അതിപ്രധാനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഇതേ ഘട്ടത്തിൽ തന്നെ ചരിത്രപരമായി നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ചർച്ചയിലെ ഏറ്റവും സുപ്രധാനമായ ഫലസ്തീൻ ചർച്ചയിൽ പോലും ഈ റെവല്യൂഷന്റെ കഥകളുണ്ട്. മുസ്ലിം ബ്രദർഹുഡിന്റെ 1928 അവരുടെ രൂപീകരണം, ആ രൂപീകരണത്തോടു കൂടി പിന്നീടുണ്ടായ വളർച്ച, സയോണിസ്റ്റുകൾക്കെതിരെയുള്ള അവരുടെ പോരാട്ടം,
അതിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ബ്രദർഹുഡിൻ്റെ രൂപീകരണം, ആ രൂപീകരണത്തോടുകൂടി അവിടെയൊക്കെയും ഫലസ്തീൻ എന്ന് പറയുന്ന പ്രധാന വിഷയമായി മാറുന്നതും, അവരുടെ ഇസ്ലാമിക ചിന്തയിൽ റെവല്യൂഷൻ വേണമെങ്കിൽ ഫലസ്തീൻ വിമോചനം വേണമെന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആശയം, ഇതെല്ലാം മുസ്ലിം ബ്രദർഹുഡിൻ്റെ രൂപീകരണവും ഫലസ്തീനിലുണ്ടായ മാറ്റങ്ങളുമായി നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും. ഇന്ന് ഫലസ്തീനിലെ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഹമാസ് പോലും മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഫലസ്തീനിലെ ശാഖയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ചരിത്രപരമായി മറ്റൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഷെയ്ഖ് ഇസുദ്ദീൻ അൽ ഖസ്സാം. 1935 ഫലസ്തീനിൽ ബ്രിട്ടീഷ് സയോണിസ്റ്റ് വിരുദ്ധ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മഹാനായ സൂഫി പണ്ഡിതനാണ്. ഖാദിരി ത്വരീഖത്തിന്റെ ഷേഖായിരുന്ന ഷെയ്ഖ് ഇസുദ്ദീൻ അൽ ഖസ്സാം. ആ ഫലസ്തീനി ജനതയ്ക്ക് ഒരേപോലെ ആത്മീയമായും സാമൂഹികമായും രാഷ്ട്രീയപരമായും നേതൃത്വം വഹിച്ച പണ്ഡിതനായിരുന്നു ഷെയ്ഖ് ഇസുദ്ദീൻ അൽ ഖസ്സാം. അദ്ദേഹം 1935 തന്നെ റെസിസ്റ്റൻസിന്റെ ഭാഗമായി ഷഹീദാവുന്ന, രക്തസാക്ഷിയാവുന്ന ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ പിന്നീട് സംഭവിച്ചത് തൊട്ടടുത്ത വർഷത്തിൽ ഫലസ്തീനിലെ അറബ് റിവോൾട്ട് എന്ന് വിളിക്കപ്പെടുന്ന 1936 മുതൽ 39 വരെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു ഘടകമാണ് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു റെവല്യൂഷൻ. ഈ റെവല്യൂഷന് നേതൃത്വം കൊടുത്തിരുന്നത് ഫലസ്തീനിലെ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഹാജ് അമീൻ അൽ ഹുസൈനി എന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹം ദ അറബ് ഹയർ കമ്മിറ്റി എന്ന പേരിൽ വിവിധ അറബ് രാഷ്ട്രീയ ശക്തികളുടെയും ജനങ്ങളുടെയും സംഘടനകളുടെയും ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും 1936 അതിൻ്റെ പേരിൽ തന്നെ വലിയ റിവോൾട്ട് അദ്ദേഹം നടത്തുകയും നിരവധി യുദ്ധങ്ങളൊക്കെയും നടത്തുന്ന പശ്ചാത്തലമുണ്ട്. ആദ്യകാല ബ്രിട്ടീഷ് ജൂയിഷ് ബഹിഷ്കരണ പ്രസ്താവനകൾ പോലും സംഘടനകൾ പോലും രൂപീകരിച്ചതും ഒരുപക്ഷെ നമുക്ക് അൽ ഹാജ് അൽ അമീൻ ഹുസൈനിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു റിവോൾട്ടിലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ബ്രിട്ടീഷുകാരുടെയും യഹൂദരുടെ, അതായത് സയനിസ്റ്റുകളുടെയും വസ്തുവകകൾ ബഹിഷ്കരിക്കുകയും ഗറില്ല വാർഫെയർ നടത്തുകയും ബ്രിട്ടീഷ് സയോണിസ്റ്റ് കേന്ദ്രങ്ങളിൽ ശക്തമായ അറ്റാക്ക് നടത്തുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ആയുധശക്തി കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന വിവിധ യൂറോപ്യൻ ശക്തികളുടെ സഹായത്തിലുണ്ടായിരുന്ന ഈ സയോണിസ്റ്റുകളും ബ്രിട്ടീഷുകാരോട് ചേർന്ന് അവരെ അടിച്ചമർത്തിയെങ്കിൽ പോലും ഇന്നും ഫലസ്തീനിൽ നടക്കുന്ന ഈ റെവല്യൂഷന് ഏറ്റവും വലിയ ചാലകശക്തിയായി മാറിയത് 1935 ഷെയ്ഖ് ഇസുദ്ദീൻ അൽ ഖസ്സാമിന്റെ പോരാട്ടവും 1936 മുതൽ 39 വരെ നീണ്ടുനിന്ന ഈ അറബ് റിവോൾട്ടുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിത് പറയുന്നത് ഫലസ്തീനിലെ ഈ സയോണിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾ, പോരാട്ടങ്ങൾ, അവരുടെ പ്രതിരോധങ്ങൾ അത് ഇക്കാലത്ത് തുടങ്ങിയതല്ല. എന്നൊക്കെ എത്ര കാലം മുതൽ ഈ ഭാഗങ്ങളിലെ ജനതയെ അടിച്ചമർത്താൻ ഈ മനുഷ്യന്മാർ, ഈ പറയുന്ന അധികാരികൾ, ഈ അധിനിവേശ ശക്തി ശ്രമിച്ചിട്ടുണ്ടോ, അന്നൊക്കെയും ഫലസ്തീനികൾ ആയുധമെടുക്കുകയും അവരുടെ ജന്മനാടിന് വേണ്ടിയും അവർ പവിത്രമായി കാണുന്ന പ്രദേശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും പോരാടിയതും നമുക്ക് കാണുവാൻ കഴിയും. ഇതേ വിഷയത്തിൽ തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് ഖിലാഫത്ത് മൂവ്മെന്റും. ഒരു വിപ്ലവം എന്ന നിലയിൽ ഒരു റെവല്യൂഷൻ നടപ്പിലാക്കുവാൻ വേണ്ടി ഖിലാഫത്ത് മൂവ്മെന്റ് പോലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ സജീവമാവുന്നതും, നമ്മുടെ സ്വന്തം കേരളത്തിൽ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാലും അടക്കമുള്ള ആൾക്കാർ ഒരു ചുരുക്കകാലത്തിലാണെങ്കിൽ പോലും മലയാള രാജ്യം എന്ന് പറയുന്ന ഒരു ഭരണം നടപ്പിലാക്കാനും സാധിക്കുന്നതും അതൊക്കെ ഫലസ്തീനുമായും കൂടി ബന്ധമുള്ള സംഭവമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളിലൊന്ന് മസ്ജിദുൽ അഖ്സയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ, പരിശുദ്ധമായ പ്രദേശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നിബന്ധനയും കൂടിയിട്ടായിരുന്നു. അതിൻ്റെ പേരിൽ അതിനെ സംരക്ഷിക്കുകയും അതിൻ്റെ സംരക്ഷിക്കുന്ന ഭാഗമായി ഖിലാഫത്തിനെ സഹായിക്കുകയും ഖിലാഫത്തിനെ എതിർക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഖിലാഫത്ത് മൂവ്മെന്റ് മുന്നോട്ട് വെച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ സജീവമായിരുന്ന ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വിപ്ലവ സംഘാടനത്തിന് പോലും ഫലസ്തീൻ എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ പ്രദേശവുമായി നല്ല ബന്ധമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ കൂടെ ഈ പറയുന്ന നോർത്ത് ആഫ്രിക്കൻ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിലെ മറ്റ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ആധുനിക തുർക്കിയുടെ മാറ്റങ്ങളെ പോലെ തന്നെ
ഏറ്റവും സുപ്രധാനമായി സംഭവിച്ച ഒരു മാറ്റമാണ് ഇറാനിലെ 1953 നടന്ന പട്ടാള അട്ടിമറി. അവിടെ ഉണ്ടായിരുന്ന റിസ ഷാ അല്ലെങ്കിൽ പഹലവി ഡൈനാസ്റ്റിയിലെ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുസദ്ദിഖ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം ഇറാനിൽ വിവിധ തരത്തിലുള്ള ഡെമോക്രാറ്റിക് കൺസെപ്റ്റുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓയിൽ ഇൻഡസ്ട്രിയെ ദേശീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും ഭൂമി പരിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നുണ്ട്. ഈ ഭൂമി പരിഷ്കരണവും അല്ലെങ്കിൽ ഓയിൽ ഇൻഡസ്ട്രിയുടെ നാഷണലൈസേഷനും എല്ലാം യഥാർത്ഥത്തിൽ US-ന് വിരുദ്ധമായ ഒരു കാര്യമായി മാറുന്നു. US എന്ന് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം അത് പതിച്ചതിന് ശേഷം 1945 ലോകത്തുയർന്നു വന്ന ഒരു അമേരിക്കൻ സാമ്രാജ്യത്വം അവർക്ക് ഈ പറയുന്ന പുതിയ പരിഷ്കരണങ്ങൾ താല്പര്യമില്ലാതാവുകയും അങ്ങനെ CIA തന്നെ ശക്തിയോടുകൂടിയും ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി അവിടെ പട്ടാള അട്ടിമറി സംഘടിപ്പിക്കുകയും മുസദ്ദിഖിനെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും വീണ്ടും റിസ ഷാ പഹലവിക്ക് പൂർണ്ണ അധികാരം നൽകുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇറാനിൽ കാണുവാൻ കഴിയുന്നത്. ഈ ഒരു പട്ടാള അട്ടിമറിയോടുകൂടി ഇറാൻ എന്ന് പറയുന്ന ഭാഗത്ത് 1979 ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്ന റെവല്യൂഷന് മുമ്പ് തന്നെ ഇറാനിയൻ ജനതയുടെ ഒരു തദ്ദേശ അനുകൂലമായ സമീപനം ഉണ്ടാക്കാൻ പറ്റുന്ന ഭരണ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക റിസ ഷാ പഹലവിയെ വീണ്ടും അധികാരത്തിലേക്ക് ശക്തമായി തന്നെ തിരിച്ചു കൊണ്ടുവരികയും ഭരണഘടനാപരമായി ഉണ്ടായിരുന്ന ഡെമോക്രാറ്റിക്കലായി ഉയർന്നു വന്ന മുസദ്ദിഖിനെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. ഇത് നമുക്ക് ഇപ്പോഴുള്ള ചില സംഭവങ്ങളുമായി ചേർത്ത് വായിക്കാൻ കഴിയും. അറബ് സ്പ്രിങ്ങിന്റെ സംഭവത്തിൽ പോലും ഇത് തന്നെയാണല്ലോ കാണുന്നത്. ഏത് ഡെമോക്രസിക്ക് വേണ്ടിയിട്ടാണോ അവർ വാദിക്കുന്നത്, ആ ഡെമോക്രസിയുടെ പേരിൽ അവിടെ ഏതെങ്കിലും ഭരണകൂടങ്ങൾ ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് നടപ്പിലാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അമേരിക്കൻ സയോണിസ്റ്റ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ശരിയായ ഡെമോക്രാറ്റിക് പ്രോസസ്സ് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയിൽ വരുത്തുവാൻ ഈ അധിനിവേശ ശക്തികൾ സമ്മതിക്കില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 1953 ഇറാനിൽ തന്നെ സംഭവിച്ച ഈ പട്ടാള അട്ടിമറി. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് 1979 ഇസ്ലാമിക് റവല്യൂഷൻ അല്ലെങ്കിൽ ഇറാനിയൻ റവല്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന ആ സംഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഉണ്ടായിരുന്ന റിസ ഷാ പഹലവിയുടെ അവരുടെ ഏകാധിപത്യ നിലപാടുകൾ, സാമൂഹ്യ രാഷ്ട്രീയപരമായ അനീതികൾ, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വെസ്റ്റേൺ അമേരിക്കയുടെയും ബാക്കിയുള്ള ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ സയോണിസ്റ്റുകളുടെയൊക്കെ ശക്തമായ സ്വാധീനം, ഇതിനെയൊക്കെ എതിർത്തുകൊണ്ടാണ് ഇറാനിൽ 1978 ജനുവരിയോടുകൂടി തുടങ്ങി 1979 ഫെബ്രുവരിയിൽ അവസാനിച്ച ഇറാനിയൻ റവല്യൂഷൻ, രക്തരഹിതമായ റവല്യൂഷൻ അവിടെ സംഭവിക്കുന്നത്. ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയുടെ നേതൃത്വത്തിൽ സംഭവിച്ച ഈ മാറ്റം ഇന്നും ഇറാനെ അതേപടി നിലനിർത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അത് നമുക്ക് അറബ് സ്പ്രിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലാണോ ജാസ്മിൻ റവല്യൂഷന് ശേഷം തുനീഷ്യയിൽ റാഷിൽ ഖന്നൂഷി ബ്രിട്ടനിൽ നിന്ന് 20 വർഷത്തിൻ്റെ പ്രവാസകാലത്തിന് ശേഷം തിരിച്ചു വരുന്നത്, അതുപോലെ തന്നെയാണ് ഹുമൈനിയെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഫ്രാൻസിൽ നിന്ന് ഈ ഇറാനിയൻ ഭാഗത്തേക്ക് തിരിച്ചു വരുന്ന ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ആ ഇറാനിലാണ് അദ്ദേഹം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് വിലായത്തെ ഫഖീഹാണ്. അതായത് ഗാർഡിയൻഷിപ്പ് ഓഫ് ഇസ്ലാമിക് ജൂറിസ്റ്റ്, ഫഖീഹിന്റെ വിലായത്ത്, അധികാരത്തെ കുറിച്ചിട്ടാണ്. അതായത് ആയത്തുള്ള എന്ന് പറയുന്ന ഒരു സുപ്രീം ഒരു മേലുണ്ടാവുകയും താഴെ ഒരു സിവിലിയൻ ഗവൺമെന്റ് ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്ന തരത്തിലാണ് ഇറാന്റെ ഈ ഭരണ സംവിധാനം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൗദി അറേബ്യ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങൾക്ക് ഇറാൻ ഒരു വെല്ലുവിളിയായി മാറുകയും അമേരിക്ക സൗദി അറേബ്യയെ ആദ്യം ഇറാനെതിരെ കണ്ടെയ്ൻമെന്റ് പോളിസിയുടെ ഭാഗമായി ഒരു പ്രഷർ ഗ്രൂപ്പ് എന്ന നിലയിൽ ഇറാഖിനെ ഉപയോഗിക്കുകയും 1981 മുതൽ 88 വരെ നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ ഗൾഫ് വാർ അമേരിക്കയുടെ നേതൃത്വത്തിൽ സദ്ദാം ഹുസൈൻ നടത്തുന്നതും നമുക്ക് കാണാം.
ഇറാഖ് തകരുന്നതോടുകൂടി പിന്നീട് സൗദി അറേബ്യയെ ഇറാനെതിരെ അമേരിക്ക കണ്ടെയ്ൻമെന്റിന്റെ പോളിസിയായി ഇപ്പോൾ ഉപയോഗിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പോലും ആ റവല്യൂഷന്റെ ഒരു ബാക്കിപത്രം എന്ന നിലയിൽ ഏതൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്നാൽ പോലും ഇറാനിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ, ഇസ്രായേലി, ബ്രിട്ടീഷ് അധിനിവേശ സയോണിസ്റ്റ് വിരുദ്ധ അതിൻ്റെ പേരിൽ രൂപപ്പെട്ട ഈ റവല്യൂഷൻ ഇന്നും ശക്തമായി തന്നെ നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കയിലെ ജനങ്ങൾ ഒന്ന് തീരുമാനിച്ചുവെങ്കിൽ അവർക്ക് അവരുടെ ജനഹിതം പണ്ഡിതന്മാർക്കൊപ്പം ഭരണാധികാരികൾക്കൊപ്പം അവർ ഒന്നിച്ചു ചേർന്നുവെങ്കിൽ ഇപ്പോഴും അവിടെ ഒരു ജനകീയ ഭരണ സംവിധാനം രൂപീകരിക്കുവാനും അധിനിവേശ വിരുദ്ധ നിലപാട് ഇപ്പോഴും സജീവമായി നിലനിർത്താനും കഴിയുമെന്നാണ് ഇറാനിയൻ റവല്യൂഷൻ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കയിലെ സുപ്രധാന രാഷ്ട്രമായ സുഡാനിൽ നടന്ന 1989 ഒരു പട്ടാള അട്ടിമറിയും കൂടി നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. ഹസൻ തുറാബി എന്ന് പറയുന്ന ഇഖ്വാൻ മുസ്ലിമൂന്റെ സുഡാനിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി അവിടെ ഉണ്ടായിരുന്ന സാദുഖുൽ മഹദി എന്ന് പറയുന്ന അധികാരിയുടെ ഗവൺമെന്റിനെ എടുത്തു മാറ്റുകയും ഉമർ അൽ ബഷീർ എന്ന് പറയുന്ന മിലിറ്ററി ജനറൽ അധികാരത്തിലേറുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. നാഷണൽ ഇസ്ലാമിക് ഫ്രണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഘടനയുടെ സഹായത്തോടു കൂടിയിട്ടാണ് അധികാരത്തിലേറുന്നത്. അത് ഹസൻ തുറാബിയുടെ, അതായത് ഇഖ്വാൻ മുസ്ലിമിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അധികാരം പിടിച്ചെടുത്തുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ഭരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഒരു ശ്രമം നടത്താം എന്ന് പറയുന്ന ചിന്ത മുന്നോട്ട് വെച്ച ആളായിരുന്നു ഹസൻ തുറാബി. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമം അദ്ദേഹം ഒരുപാട് നടത്തുകയും ഇന്ന് ഒരുപക്ഷെ സുഡാനിലെ സ്ത്രീകളുടെ മുഖ്യധാര ജീവിതത്തിലുള്ള സജീവതയ്ക്ക് കാരണം ഹസൻ തുറാബിയുടെ ആ കാഴ്ചപ്പാടുകളായിരുന്നു എന്നുള്ള പഠനങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ആരെയാണോ ഹസൻ തുറാബി സഹായിച്ചത് ആ മനുഷ്യൻ തന്നെ ഉമർ അൽ ബഷീർ പിന്നീട് ഒരു ഡിക്റ്റേറ്ററായി മാറുകയും തൻ്റെ സ്വന്തം ഷെയ്ഖായ ഗുരുവായ ഹസൻ തുറാബിയെ ജയിലിലടയ്ക്കുകയും പിന്നീട് അതോറിറ്റേറിയനായി മാറുകയും ചെയ്യുന്ന ചരിത്രമാണ് പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് അറബ് സ്പ്രിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ അവിടെ രൂപപ്പെടുകയും അങ്ങനെ ഉമർ അൽ ബഷീറിനെ വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ തന്നെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്ത ഒരു സംഭവമാണ് സുഡാനിലുള്ളത്. പക്ഷേ അധികാരത്തിൽ നിന്ന് മാറുന്നതോടുകൂടി സുഡാനിൽ ആഭ്യന്തര കലഹങ്ങളിലേക്ക് പോയി എന്നത് മറ്റൊരു ദയനീയമായ ഒരു വസ്തുതയും കൂടിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തുർക്കിയിൽ നടന്ന ചില പട്ടാള അട്ടിമറികളും ആ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായ തുർക്കിയിലെ സാമൂഹ്യ രാഷ്ട്രീയ പരിവർത്തനങ്ങളും കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. തുർക്കിയിൽ 1960, 71, 80, 97 കാലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ പട്ടാള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട്. ഈ പട്ടാള അട്ടിമറികളുടെയൊക്കെയും പ്രധാന കാരണം അവിടെ ഉണ്ടായിരുന്ന കമാലിസ്റ്റ് ഭരണ സംവിധാനങ്ങൾക്കെതിരെ ജനങ്ങൾ നിൽക്കുകയും അവിടെ ജനാധിപത്യപരമായ ഭരണ സംവിധാനം രൂപപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പട്ടാള അട്ടിമറികൾ ഉണ്ടായത്. ജനാധിപത്യ ഭരണ സംവിധാനങ്ങളെ കമാലിസ്റ്റുകൾ ഒരു കാലത്തും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1960 ആദ്യത്തെ പട്ടാള അട്ടിമറി സംഭവിക്കുന്നു. 1960 ശേഷം നജിബുദ്ദീൻ അർബക്കാൻ എന്ന് പറയുന്ന ഒരു ആധുനികനായ, നേരത്തെ നമ്മൾ പറഞ്ഞ ബദിഉ സമാൻ സായിദ് നൂർസിയുടെ ചിന്തകൾ പേറിയ പണ്ഡിതനായിരുന്ന ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്ന നക്ഷബന്ദി ത്വരീഖത്തിന്റെ ഷെയ്ഖിന്റെ ശിഷ്യനായിരുന്നു നജിബുദ്ദീൻ അർബക്കാൻ. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് തുർക്കിയിലെ ആധുനിക ഒരു മുസ്ലിം രാഷ്ട്രീയ ചിന്താധാര രൂപപ്പെടുന്നത്. നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെന്റ് എന്ന പേരിൽ കമാലിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും മിലിറ്ററി ഏകാധിപത്യത്തിനെതിരെയും ശക്തമായി സംസാരിക്കുകയും ജനങ്ങൾക്കിടയിൽ ജനകീയത സജീവമാക്കുകയും അതിൻ്റെ പേരിൽ മില്ലി സലാമത്ത് പാർട്ടി, നാഷണൽ സാൽവേഷൻ പാർട്ടി, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, ഫദീല പാർട്ടി, വിർച്യു പാർട്ടി എന്നൊക്കെ പേരിൽ പലവിധ പാർട്ടികൾ രൂപപ്പെടുത്തുകയും അവർ ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യം തെളിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ രാഷ്ട്രീയ സാന്നിധ്യങ്ങളൊക്കെയും മിലിറ്ററി അവരുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് കണ്ടത്. അതായത് തുർക്കിയുടെ സെക്കുലർ സ്റ്റാറ്റസിനെതിരെ തുർക്കി മാറുന്നു, ഭരണ സംവിധാനങ്ങൾ മാറുന്നു എന്നതുകൊണ്ട് തന്നെ ആ തുർക്കിയുടെ ഭരണഘടന സംരക്ഷിക്കുക, അല്ലെങ്കിൽ സെക്കുലറിസം സംരക്ഷിക്കുക എന്ന പേരിൽ ജനകീയമായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ ഈ പറയുന്ന ഘട്ടങ്ങൾ 1960, 71, 80, 97 ഇല്ലാതാക്കുകയും അങ്ങനെ അവർ പട്ടാള ഭരണകൂടങ്ങൾ അവരുടെ അധികാരം അരക്കെട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്ന സംഭവമാണ് നമ്മൾ തുർക്കിയിൽ കാണുന്നത്. എന്നാൽ 2000 തന്നെ അവിടെ AK പാർട്ടി രൂപപ്പെടുകയും പിന്നീട് അന്നു മുതൽ ഇന്ന് വരെ AK പാർട്ടി ഭരിക്കുകയും
തുർക്കിയുടെ അധികാരത്തിൽ നിന്ന് പട്ടാള മേധാവികളെ ഇല്ലാതാക്കുകയും അവരെ തിരിച്ച് ബാരാക്കുകളേക്ക് അയക്കുകയും തുർക്കിയുടെ കമാലിസ്റ്റ് ചിന്താധാരയ്ക്ക് ബദലായി ഒരു മുസ്ലിം ചിന്താധാര സജീവമാക്കുന്നതിലും ഇസ്ലാമികമായ ചിഹ്നങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തുന്നതിനും ആ റിവല്യൂഷനിൽ നജിബുദ്ദീൻ അർബക്കാന്റെ തന്നെ ശിഷ്യനായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ കൂടെ അനുയായിയായ റജബ് തയ്യിബ് എർദോഗാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കൂട്ടാളികൾക്കും സഹായിച്ചു എന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ തുർക്കിയിൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ മാറ്റങ്ങൾ, അത് സോഫ്റ്റ് പവറിന്റെ മേഖലയിലാവട്ടെ, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലാവട്ടെ, രാഷ്ട്രീയ ആഭ്യന്തര മാറ്റങ്ങളിലാവട്ടെ, കുർദിഷ് നാഷണലിസ്റ്റുകളെ പോലും ഉൾക്കൊള്ളുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റങ്ങളാവട്ടെ, ശക്തമായ മിലിറ്റന്റുകളായ PKK-യുമായി സംവാദങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലാവട്ടെ, എല്ലാത്തിൽ പോലും തുർക്കിയിലുണ്ടായ ഈ മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം നജിബുദ്ദീൻ അർബക്കാന്റെയും അദ്ദേഹത്തിന്റെ ഗുരുവായ ഷെയ്ഖ് സായിദ് കോത്കുവിന്റെയും അതിനുശേഷം AK പാർട്ടിയുടെയും ഭരണപരിഷ്കാരങ്ങളാണ്. അത് മിലിറ്ററി അട്ടിമറികൾ, തുർക്കിയിലുണ്ടാക്കിയ വിപത്തുകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ തുർക്കിയിൽ വീണ്ടും കമാലിസ്റ്റുകൾ ശക്തി പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഈ ശക്തി പ്രാപിക്കുന്നത് എത്രത്തോളം തുർക്കിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് എന്നും കൂടി നമ്മൾ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ അവസാനമായും പരാമർശിക്കേണ്ട അറബ് സ്പ്രിംഗ് എന്ന് പറയുന്ന 2010 ട്യൂണീഷ്യയുടെ ഭാഗത്തു നിന്ന് രൂപപ്പെട്ട ഈ ഒരു മാറ്റം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റിയും കറപ്ഷനും ഏകാധിപത്യ ഭരണകൂടങ്ങളും ജനാധിപത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങളും അറബ് ജനതയുടെ വിപ്ലവ വീര്യവും അറബ് ജനതയുടെ അവരുടെ ഐക്യത്തിന്റെ തെളിവുകളും അതോറിറ്റിയെ എതിരിടാൻ കഴിയില്ല എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റ് കാഴ്ചപ്പാടിനെ തിരുത്തിക്കൊണ്ട് ഞങ്ങൾക്കും അതോറിറ്റിയെ എതിർക്കാൻ കഴിയുമെന്ന് പറയുന്ന കാഴ്ചപ്പാട് മുന്നിൽ വെച്ച കാര്യങ്ങളും, അതുപോലെ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്നത് അറബ് സ്പ്രിങ്ങിലെ സുപ്രധാനമായ ഒരു വിഷയമായി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ വെസ്റ്റ് ഏഷ്യൻ ഭാഗത്തുള്ള എന്ത് മാറ്റങ്ങളും ഫലസ്തീനിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് എന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അറബ് സ്പ്രിങ്ങിൽ ആദ്യ മാറ്റം ഉണ്ടായത് തുനീഷ്യയിലായിരുന്നു. അന്നഹ്ദ പാർട്ടി എന്ന് പറയുന്ന ഇഖ്വാൻ മുസ്ലിമൂന്റെ ബ്രാഞ്ചായ തുനീഷ്യയിലെ പാർട്ടി അധികാരത്തിലായിരുന്നു നമുക്ക് കാണാം. അതിനുശേഷം അറബ് സ്പ്രിങ് പോകുന്നത് ഈജിപ്തിലേക്കാണ്. അവിടെ ഹുസ്നി മുബാറക് എന്ന് പറയുന്ന 30 വർഷം നീണ്ട ഭരണം നടത്തിയ ഏകാധിപതിയെ മാറ്റുകയും അങ്ങനെ അവിടെ മുഹമ്മദ് മൂർസി എന്ന് പറയുന്ന ഇഖ്വാൻ മുസ്ലിമൂന്റെ നേതാവ് ഭരണത്തിലേറുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. പിന്നീട് അവിടെ പ്രതിവിപ്ലവം ഉണ്ടാവുന്നു. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവിടെ ഈജിപ്തിൽ തന്നെ ഉണ്ടായിരുന്ന മുൻകാല ഭരണകൂടങ്ങളുടെ സിൽബന്തിയുടെയും സഹായത്തോടു കൂടി തന്നെ പ്രതിവിപ്ലവം ഉണ്ടാവുകയും ഇഖ്വാനികൾ അധികാരത്തിൽ തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന സംഭവം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പോലും ഇപ്പോഴും അറേബ്യൻ സൊസൈറ്റിയിൽ ഏറ്റവും വലിയ വിപ്ലവം പ്രതീക്ഷിക്കുന്നത് ഈജിപ്തിൽ തന്നെയാണെന്നുള്ളതാണ് പുതിയ കാല നിരീക്ഷണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സിസി ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഈ ഭാഗത്ത് തന്നെയാണ്. അറബ് സ്പ്രിങ് മറ്റുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പടർന്നെങ്കിൽ പോലും ഗൾഫ് സ്റ്റേറ്റുകളിലേക്ക് പടർന്നപ്പോൾ ഓരോ ഗൾഫ് സ്റ്റേറ്റുകളും അവിടെ വെൽഫെയർ പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അറബ് സ്പ്രിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ എൻഗേജ്മെൻറ്റിനെ തടുക്കുകയാണ് അവർ ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ വിവിധ ഭാഗങ്ങളിൽ ഒരു പോസിറ്റീവായി രൂപപ്പെട്ട അറബ് സ്പ്രിംഗ് എന്ന് പറയുന്ന അറബ് വസന്ത ആ ഒരു പ്രതിഭാസം പിന്നീട് വളരെ ദുരവ്യാപകമായ വിപത്തുകളിലേക്ക് മാറുന്ന നമുക്ക് കാണുവാൻ കഴിയും. അമേരിക്കയുടെ ഇൻവോൾവ്മെന്റിന്റെ ഭാഗമായി വളരെ നിഗൂഢമായ ISS എന്ന് പറയുന്ന സംഘടന രൂപപ്പെടുന്നു. അതുപോലെ തന്നെ വിവിധ രക്തരൂക്ഷിതമായ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നു. സിറിയയിൽ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടാവുന്നു. അത് തുർക്കിയെ ബാധിക്കുന്നു. പിന്നീട് ഇപ്പോൾ സിറിയയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം അറബ് സ്പ്രിങ്ങുമായി തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വിഷയങ്ങളാണ്. ഇങ്ങനെ അറബ് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തുണ്ടായിരുന്ന ഈ റിവോൾട്ടുകൾ, റിവല്യൂഷൻ, അതുപോലെ തന്നെ ഈ അറബ് വസന്ത പ്രക്ഷോഭങ്ങളെല്ലാം അറബ് ജനതയുടെ സ്വാതന്ത്ര്യമോഹത്തെയും അവരുടെ തന്നെ ആഗ്രഹങ്ങളെയും അവരുടെ അധികാരത്തെയും അത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ചിത്രീകരിക്കുന്ന സംഭവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ തന്നെ പരാമർശിച്ച ഒട്ടുമിക്ക സംഭവങ്ങളുമെല്ലാം അറബ് ജനതയുടെ ഒരു ഇൻറ്റഗ്രിറ്റിയെ, അവരുടെ സ്വാതന്ത്ര്യമോഹത്തെയും അതുപോലെ തന്നെ അധിനിവേശ സയോണിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെയും ഭാഗമായിട്ടായിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.